പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് ധ്യാനിക്കുവാനും വിചിന്തനം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ള വേദഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുമ്പോൾ, പഴയ നിയമ പശ്ചാത്തലത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ നിയമമായിരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് തുടങ്ങിയ നിയമങ്ങൾ അവർ കൃത്യമായിട്ടും അത് നിർദ്ദേശവും അതിനുള്ള ശക്തമായ നടപടികളും അവർ സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ഉള്ള ഈ സാഹചര്യത്തിൽ അവരുടെ മതപരമായ, സാംസ്കാരികമായ, സാമൂഹികമായ ഈ പശ്ചാത്തലത്തിൽ യേശു പഠിപ്പിക്കുന്ന ഒരു വലിയ പ്രബോധനമാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. യേശു തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിലെല്ലാം അവിടുന്ന് പാപികളുടെ അടുത്തേക്ക് കടന്നു ചെന്നു, അതുപോലെ തന്നെ ചുങ്കക്കാരുടെ അടുത്തേക്ക് കടന്നു ചെന്നു, മദ്യപാനികളുടെ അടുത്തേക്ക് കടന്നു ചെന്നു. അവിടെയെല്ലാം യേശുവിൻ്റെ ലക്ഷ്യം അവരെ സ്നേഹമാർഗത്തിലൂടെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സ്നേഹത്തിലൂടെ തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഫരീസിയരും യഹൂദ പ്രമാണിമാരും യേശുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. യേശു പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, പാപികളോടൊപ്പം ഇടപെടുന്നു, ചുങ്കക്കാരോടൊപ്പം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിടെ യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഈ ഒരു പ്രബോധനത്തിലൂടെ യേശു അവർക്കൊക്കെ കൃത്യമായ മറുപടി കൊടുക്കുന്നു. യേശു നൽകുന്ന വലിയ ഉപദേശമാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, സ്നേഹിതരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ചെയ്യുന്നവരെ മാത്രം സ്നേഹിച്ചാൽ അതുകൊണ്ട് എന്തു പ്രയോജനം? യേശു പഠിപ്പിക്കുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. അതൊരു പുതിയ കാഴ്ചപ്പാടായിരുന്നു, ഒരു പുതിയ നിയമമായിരുന്നു. അന്നത്തെ സാമൂഹികമായ, സാംസ്കാരികമായ മേഖലകളിൽ ഇങ്ങനൊരു കാര്യം ആർക്കും അറിയില്ലായിരുന്നു. കാരണം യഹൂദരുടെ നിയമം അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. യേശു തൻ്റെ പരസ്യജീവിതകാലം മുഴുവൻ ഇപ്രകാരമുള്ളൊരു ജീവിതം നയിച്ചിരുന്നു. അവിടുന്ന് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സമൂഹത്തിൽ കരുണയുടെ മുഖമാകേണ്ടവരാണ് നമ്മൾ. അത് സ്നേഹമാർഗത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ കരുണയുടെ മുഖമാവുക, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയെക്കുറിച്ച് വളരെയധികം വാചാലമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വെറും സംസാരം മാത്രമല്ല, അദ്ദേഹം തൻ്റെ ജീവിതത്തിലുടനീളം ഈ കരുണ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കരുണ നൽകുവാനും അത് സ്വീകരിക്കുവാനും അത് ജീവിക്കുവാനും കടപ്പെട്ടവരാണ് നമ്മൾ. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. അത് ഇന്നത്തെ സമൂഹത്തിലൊരു വലിയ വെല്ലുവിളിയാണ്, മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം കടന്നു വരികയാണ്. ഒരിക്കൽ അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു വൈദികൻ തൻ്റെ ഭവനത്തിൽ, തൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ഒരു സന്ധ്യാസമയത്ത് ഒരു പ്രസംഗം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇതാ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് അച്ഛനെ ഒന്ന് കാണണം, സംസാരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അച്ഛനോടൊന്ന് സംസാരിക്കണം എന്ന് ആരോ ഫോൺ വിളിച്ച് പറയുകയാണ്. ഉടൻ തന്നെ അച്ഛൻ തൻ്റെ പ്രസംഗമൊക്കെ മാറ്റി വെച്ചിട്ട് ആ മനുഷ്യനെ കാണുവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. ഹോസ്പിറ്റലിലെത്തി ഈ പ്രായം ചെന്ന മനുഷ്യൻ്റെ അടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വിഷമത്തോടെ, പ്രയാസത്തോടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, അച്ചോ, എനിക്ക് എൻ്റെ ഹൃദയം തുറന്ന് അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹം. കാരണം ഏറെ നാളുകളായി ഞാൻ എൻ്റെ ഉള്ളിൽ കുറേ പ്രയാസവും വേദനയും കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. റെയിൽവേയിൽ നമുക്കറിയാം, സിഗ്നൽ കൊടുക്കുന്ന ഒരു വ്യക്തി. ട്രെയിൻ വരുന്ന സമയത്ത്, ട്രെയിന് കടന്നു പോകാൻ സൗകര്യമുള്ള സമയത്ത് പച്ച ലൈറ്റ് കൊടുക്കുന്നു. അല്ലാതെ കടന്നു പോകാൻ പ്രയാസം അല്ലെങ്കിൽ പ്രതിസന്ധികളുള്ള സമയത്ത് ചുവന്ന ലൈറ്റ് അത് നൽകുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്ന വ്യക്തിയായിരുന്നു.
ഒരു ദിവസം ഞാൻ അല്പം മദ്യലഹരിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാറ് ആ റെയിൽവേ പാളത്തിലൂടെ ഇങ്ങനെ വരുന്ന സമയം ഞാൻ പച്ച സിഗ്നൽ കൊടുത്തിരുന്നു. ട്രെയിൻ കടന്നു പോകുന്നു. ഈ കാർ ഇടിച്ച് തകർത്ത് ആ കാറിനകത്ത് ഒരപ്പനും ഒരമ്മയും ഒരു മകളും ഉണ്ടായിരുന്നു. അവർ 3 പേരും മരിച്ചു. ഈ ഒരു സംഭവം ആരോടും എനിക്ക് പറയാൻ കഴിയാതെ ഞാനിങ്ങനെ ഹൃദയത്തിൽ അത് ഇങ്ങനെ ഇട്ട് വേദനിച്ച് ജീവിക്കുകയായിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ആ മനുഷ്യൻ, അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, അച്ചു, ദൈവം എന്നോട് ക്ഷമിക്കുമോ? ഉടനെ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ തോളിൽ തലോടിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അതെന്നേ ക്ഷമിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അന്ന് ആ കാറിലുണ്ടായിരുന്നത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയുമായിരുന്നു. നോക്കുക, ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ഒരു പുരോഹിതൻ ക്ഷമയുടെ ജീവിതം ലോകത്തിന് നൽകുകയാണ്. സ്വന്തം അപ്പനെയും അമ്മയെയും ആ സഹോദരിയെയും ഒക്കെ നഷ്ടപ്പെട്ട ആ അവസ്ഥ, ആ പിതാവ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ പ്രായം ചെന്ന മനുഷ്യൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളോട് ക്ഷമിക്കുവാൻ ഈ അച്ഛന് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന വലിയ ഒരു ജീവിത അവസ്ഥ. ഇത് നമുക്കെല്ലാവർക്കും സാധ്യമാകണം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് സാധിക്കുമോ ശത്രുവിനെ സ്നേഹിക്കുവാൻ? തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.